ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ്. ഒരു കിടൽ ക്രൈം ആക്ഷൻ ത്രില്ലർ വിവാദപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. അപ്പോൾ സിനിമയിൽ സംവിധായകനായിട്ട് വന്നിട്ടുള്ളത് ജിത്തു അഷ്റഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. റൈറ്ററായിട്ട് ഷാഹി കബീറാണ് റൈറ്ററായിട്ടുള്ളത്. ഷാഹി കബീർ, നായാട്ട്, അതുപോലെ തന്നെ ജോസഫ്, ഈ രണ്ട് സിനിമകളുടെയും റൈറ്ററാണ് ഷാഹി കബീർ. പിന്നെ ഇലവിഴ പൂഞ്ചിറ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ, ആ റേഞ്ച് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ജിത്തു അഷ്റഫ് ഇതിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വന്നതാണ്. അപ്പോൾ ജിത്തു അഷ്റഫാണ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്, ഷാഹി കബീർ റൈറ്ററുമാണ്. ഒരു കിടിലൻ എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമയായിട്ടാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഈ ഒരു സിനിമ. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ട സിനിമകളിൽ എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ. എല്ലാ ഏത് എടുത്തു നോക്കുകയാണെങ്കിലും, ഏത് വിഭാഗം എടുത്തു നോക്കുകയാണെങ്കിലും, എന്താ പറയുക, ആക്ഷൻ, പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, BGM, ഏത് ഇതിലെടുത്ത് നോക്കുകയാണ്, മേക്കിംഗ് ലെവൽ നോക്കുക, എന്തെടുത്ത് നോക്കുകയാണെങ്കിലും എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ, അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഇൻട്രോയില് വരെ വേറൊരു ലോകത്തായിരുന്നു തന്നെ പറയാം. ആ ഒരു കഥ പറഞ്ഞു പോകുന്ന ആ ഒരു ശൈലിയും ആ ഒരു സ്പീഡും എല്ലാം സൂപ്പറായിട്ട് ഇൻട്രോയിൽ സംഭവം കാര്യങ്ങളൊക്കെ. ഇൻട്രോയിന് ശേഷം അങ്ങോട്ട് ലാസ്റ്റിലേക്ക് എത്തുന്നത് കുറച്ച് ചെറിയൊരു പോർഷൻ ഒന്ന് വലിപ്പിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു, ചെറുതായിട്ട്. പക്ഷെ അതൊന്നും എവിടെയും ഇല്ലായിരുന്നു. ക്ലൈമാക്സ് ശരിക്കും നമ്മളെ എന്താ പറയാ, അത്രയും കിടിലായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ട് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ, റംസാൻ, ഉണ്ണിലാലു, മീനാക്ഷി അനൂപ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ പെർഫോമൻസ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്, സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായകൻ കുഞ്ചാക്കോ അവതരിപ്പിക്കുന്ന ഹരിശങ്കർ എന്ന് പറഞ്ഞ നമ്മുടെ നായകൻ DYSP ആയിരിക്കും. പക്ഷെ സസ്പെൻഷൻ കിട്ടുകയാണ്. സസ്പെൻഷൻ കിട്ടിയിട്ട് വീണ്ടും ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യാണ്. CA ആയിട്ട് ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ദിവസമാണ്. അതാണ് സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് അന്ന് റീജോയിൻ ചെയ്യുന്ന ആ ഒരു ദിവസം തന്നെ ഒരു കേസ് വരികയാണ്. അവിടെ എന്താ പറയാ, ഒരു പണ്ടം, അതായത് സ്വർണം പണയം വെക്കാൻ പോയ സമയത്ത് അത് മുക്കുപണ്ടായിരിക്കും. ആ ഒരു കേസ് നമ്മുടെ നായകന്റെ അടുത്ത് വരികയാണ്. ആ ഒരു കേസ്, ആ ഒരു മുക്കുപണ്ടത്തിൽ വന്ന ഒരു സംഭവം പിന്നീട് ആ ഒരു സഞ്ചരിക്കുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കുറെ വഴികളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. പിന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് എത്തിപ്പെടുന്ന ഒരു സംഭവം സൂപ്പർ തന്നെ പറയാം. ആ ഒരു മേക്കിംഗ്, ആ ഒരു യാത്ര, എല്ലാം പൊളി സൂപ്പർ. പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുഞ്ചാക്കോവൻ ഫസ്റ്റ് ഷോട്ട് തന്നെ നമ്മൾ ഞെട്ടിക്കുന്നു പറയാം. കുഞ്ചാക്കോവൻ എന്താ പറയാ, ടെറിഫൈങ് എന്നൊക്കെ പറയാം. ടെറിഫയർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ചാക്കോവന്റെ ഒരു കഥാപാത്രം. പിന്നെ പ്രിയാമണി കൂടുതലായിട്ടൊന്നുമില്ല, ക്ലൈമാക്സിലേക്ക് ഉണ്ട്, കൂടുതൽ ചെറിയ റോളാണ്, എന്നാലും കിട്ടിയ റോള് സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു DYSP ആയിട്ട് വന്നൊരു ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയില്ല, പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, നന്നായിരുന്നു. പിന്നെ ഉണ്ണിലാലു, ജഗദീഷ്, ഇവരൊക്കെ ചെറിയ റോളുകളാണെങ്കിലും കിട്ടിയ റോളുകൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വേഷം എന്ന് പറയുന്നത് വിശാഖ് നായരാണ്. വില്ലന്മാരായിട്ട് വന്ന വിശാഖ് നായർ, റംസാൻ, പിന്നെ വേറെ രണ്ട് പെൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ 2 ആൺകുട്ടികളുണ്ട്. അവരൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൊളി എന്ന് പറഞ്ഞാൽ ജെക്സ് വിജയ് അതങ്ങോട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ജെക്സ് വിജയ് അതിന്റെ ആ ഒരു ഇങ്ങനെ നമ്മളങ്ങനെ കൊണ്ടുപോകണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഈ വില്ലന്മാർക്ക് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വില്ലന്മാർക്ക് കൊടുത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. സൂപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാമറ വർക്കുകളൊന്നും ഒരു രക്ഷയില്ല, സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. രാത്രി കാഴ്ചകളും ചേസിങ് സീനുകളും എല്ലാം കൊണ്ടും കിടിലായിട്ടുള്ളൊരു സിനിമ, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സിനിമ, അങ്ങനെ പറയാവുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഈ ഒരു സിനിമ. ഇതിനോടകം തന്നെ തിയേറ്ററിൽ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു സിനിമ എന്നുള്ളത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു 16+ മൂവിയാണ്. മയക്കുമരുന്ന്, പിന്നെ അബ്യൂസിങ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ കാണിക്കേണ്ട ഒരു സിനിമ എന്ന് പറയാം. ആ ഒരു രീതിയിൽ പിന്നെ ഇതുപോലുള്ള ചതിക്കുഴികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന്
അറിയിക്കാൻ വേണ്ടി പിന്നെ ഇതുപോലുള്ള സിനിമകളൊക്കെ കാണുന്നത് നല്ലതാണ്. പക്ഷെ അതൊരു പോസിറ്റീവ് വശമാണ്. നെഗറ്റീവ് വശത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തിരിച്ചും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് 16+ മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. 16+ മൂവി ആയിട്ടാണ് അവർ ചെയ്തത്. UA സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല ആ സംഭവം. സ്റ്റാർട്ടിങ് തന്നെ കാണിച്ചത് ഡ്യൂറേഷനാണ് നോക്കിയിരുന്നത്. 2.5 മണിക്കൂറില്ല, 2 മണിക്കൂറും 17 മിനിറ്റും അങ്ങനെയാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. എവിടെയും ബോറടിപ്പിച്ചില്ല. അതാണ് ഫസ്റ്റ് ഹാഫ്. വേറൊരു ലോകത്തേക്ക് പോകുമ്പോൾ തോന്നി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ചെറിയ പോർഷൻ ചെറിയൊരു പ്രശ്നം വന്നു. പക്ഷെ എന്നാലും ആ ഒരു മേക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഓരോ അടിയും ഓരോ വെട്ടും ഓരോ കുത്തും നമ്മൾ ഹൗ എന്ന് പറയിപ്പിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഫൈറ്റ് രംഗങ്ങളുണ്ട്. പിന്നെ ഒരു മോർച്ചറി എന്നുള്ളൊരു സീനിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. കിഡ്ലൻ പിന്നെ കൊറിയോഗ്രാഫി ആയിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റും അതും കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ മോർച്ചറി എന്നുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും